ഹായ് എവറി വൺ. ബിഷപ്പിൻ്റെ ഒരു പുതിയ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ കേട്ടോ, മൊത്തത്തിൽ എടുക്കുന്നൊന്നുമില്ല. അതിന് മറ്റു റീസണൊന്നും ഉണ്ടായിട്ടല്ല. ഒരാൾ കണ്ണടച്ചിട്ട് ഇരുട്ടാണെന്ന് പറയുകയാണ്, മനസ്സിലായോ? ഉറങ്ങുന്നവരെ നമുക്ക് ഉണർത്തിയെടുക്കാൻ പറ്റും, ഉറക്കം നടിക്കുന്നവരെ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. മേ ബി പുള്ളിക്ക് പെട്ടെന്നൊരു തോന്നലുണ്ടായിട്ടുണ്ടാകും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കിച്ചുവിനെതിരെ 2 ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിൽ ഭയങ്കര അക്സെപ്റ്റൻസ് കിട്ടുക എന്നതിലുപരി ആ പയ്യനെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ രേണു കുറച്ച് കൂടുതലെടുത്ത് മടി വെക്കുമെന്നൊക്കെ ഉള്ളൊരു തോന്നൽ പുള്ളിക്ക് വന്നിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു പരിണിത ഫലമാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ബഹളങ്ങളൊക്കെ. ഇപ്പോൾ ഒരാൾക്കൊരു അസുഖം വന്നു, അതുകൊണ്ട് ആ കുട്ടി അവർക്ക് ഒരു കുഞ്ഞുണ്ടെന്നും ആ കുഞ്ഞിൻ്റെ ജീവിതത്തിന് അതിൻ്റെ അമ്മ ആവശ്യമാണും എന്നും പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ പുള്ളിക്കാരൻ അവതരിപ്പിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അത്തരം ടോപ്പിക്കൊക്കെ. കാരണം ഒരു കുട്ടി പെട്ടെന്ന് അച്ഛൻ മരണപ്പെട്ടു പോയി, അമ്മയ്ക്ക് ക്യാൻസറാണ്, അപ്പോൾ അമ്മയും കൂടെ നഷ്ടപ്പെട്ടു പോയാൽ ആ കുട്ടി ഒറ്റപ്പെട്ടു പോകും എന്നുള്ള തീവ്ര ചിന്താധാരയിൽ അച്ഛനും അമ്മയും മരിച്ചുപോയ ഒരു കുട്ടീനെ ടാർഗറ്റ് ചെയ്യുകയാണ്. മനസ്സിലായില്ലേ? അതാണ്. അപ്പം അതിനകത്ത് കുറച്ച് ഭാഗം നമുക്കൊന്ന് കേൾക്കാം. സന്ദർഭത്തിലാണ് രേണു സുധിയെ അവരുടെ പേരൻസ് എന്നോട് ആവശ്യപ്പെട്ടു, അവരുടെ സിസ്റ്റർ എന്നോട് ആവശ്യപ്പെട്ടു, അവരുടെ ഫാമിലി റിലേറ്റീവ്സ് പലരും എന്നോട് എന്താണ് പറയുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്തു. അപ്പൊ ഞാനൊരു ബിഷപ്പ് എന്ന രീതിയിൽ, ഒരു ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്ന ഒരു എളിയ മിഷണറി എന്ന രീതിയിൽ ഞാൻ അവരെ ചേർത്ത് നിർത്താൻ ആഗ്രഹിച്ചു. അത് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, തുടർന്നും ചെയ്യുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിപ്പം രണ്ടാമത്തെ ചോദ്യം സോഷ്യൽ മീഡിയയിൽ വരുന്നത്, അതായത് കമന്റ് ബോക്സിലാട്ട് അല്ലെങ്കിൽ വേറെ ഇന്റർവ്യൂസിലാട്ട് ആൾക്കാർ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം എന്താന്ന് വെച്ചാൽ, കിച്ചുവിനെ ഫാദർ ആദ്യം ചേർത്ത് നിർത്തി, അതായത് ഫാദർ കുറെ സപ്പോർട്ട് ചെയ്തു, അവരുടെ 2 പിള്ളേരെ കുറെ സപ്പോർട്ട് ചെയ്തു, പിന്നെ പ്രോപ്പർട്ടി ഇപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് അതായത് ഒരു ചാഞ്ചാട്ടം എന്ന് പറയുന്ന പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അത് പോയേക്കുന്നത് ഫുള്ള് രേണുസുധിയുടെ സൈഡിലോട്ടാണ്. കിച്ചുവിനെ പറ്റി കുറെ അലിഗേഷൻസ് ഫാദർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ത്രെട്ടൻ പോലെയാണ് ആൾക്കാർ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഫാദർ കിച്ചുവിനെ ത്രെട്ടൻ ചെയ്യുവാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അതിനെപ്പറ്റി ഫാദർ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് പറയാനൊരു അവസരം തന്നത് നന്നായിട്ടുണ്ട്. ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന കിച്ചു, അദ്ദേഹം കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യയിൽ ഉണ്ടായ മകനാണെന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. അതെ. അപ്പോൾ ഈ കൊല്ലം സുധി മരിച്ച ശേഷം കേരളത്തിൽ എല്ലാവരും ബഹുമാനിക്കുകയും വളരെയധികം കാണുകയും ചെയ്യുന്ന ഒരു വലിയ മാധ്യമ പ്രവർത്തകനാണ് ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ സാർ. അദ്ദേഹമാണ് എന്നോട് ആവശ്യപ്പെട്ടത്, ഈ കൊല്ലം സുധിയുടെ ആകസ്മികമായിട്ടുള്ള ഈ അപകട മരണത്തിന് ശേഷമായിട്ട് ഈ 2 കുഞ്ഞുങ്ങൾക്ക് താമസിക്കുവാനായിട്ട് സ്വന്തമായിട്ടൊരു വീടോ സ്ഥലമോ ഇല്ല. അവരൊരു പൊങ്ങന്താനം എന്ന്, കോട്ടയം ജില്ലയിൽ പൊങ്ങന്താനം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോളനിയുടെ അടുത്ത് ഒരു വാടക 1 മുറി വീട്ടിൽ കഴിയുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ദേശത്തുള്ള നിരവധി സാധുക്കളായിട്ടുള്ള 1 സെന്റ് സ്ഥലം പോലും ഇല്ലാത്ത, തല ചായ്ക്കാൻ വീടില്ലാത്ത ഒരു 10 കുടുംബത്തിന് വീട് വെക്കുവാനായിട്ട് ആ സമയത്ത് സ്ഥലം കൊടുത്തു. ആ വിവരം ആ ശ്രീകണ്ഠൻ റിപ്പോർട്ട് ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ വാർത്താ ചാനലുകളിലൂടെ. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ആകസ്മികമായിട്ട് ഈ കൊല്ലം സുധിയുടെ വാഹന അപകടത്തിലൂടെ അദ്ദേഹത്തിന്റെ ഈ മരണം സംഭവിച്ചത്. അപ്പൊ ഈ പുള്ളി ഇതിനെ പറ്റി പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്, ഞാൻ വെർബലി പറയാം, നിങ്ങൾ വേണമെങ്കിൽ അത് പോയി കാണുക. ആ ചാനലുകാരെ എന്തായാലും ഇങ്ങനെ ഈ സ്വയം പൊങ്ങിയെ എടുത്തു വെച്ചിട്ട് വീഡിയോ ചെയ്തതിന്റെ ഒരു റീസൺ ഇയാളുടെ സ്വയം പൊങ്ങിത്തരം ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ. അപ്പൊ നിങ്ങൾ ആ പൊങ്ങത്തരം നിങ്ങൾ തന്നെ പോയി കേൾക്കുക. ഞാനിത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഈ പയ്യനെതിരെ ഇങ്ങേർക്ക് പറയാനുള്ളത് ഒരു കേസിന്റെ കാര്യമാണ്. ഒരു ബൈക്ക് അവിടെ കണ്ടപ്പെട്ട് കിടക്കുന്നുണ്ട്, ബൈക്ക് എടുത്തില്ല. അപ്പം ഞാൻ അതിനെപ്പറ്റി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരൻ്റെ ബൈക്കാണത്. കൂട്ടുകാരൻ ഇനിഷ്യേറ്റീവ് എടുത്താലേ വണ്ടി ഇവിടെ നിന്ന് റിലീസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേ നിയമ ഭേദഗതികൾ വന്ന ഒരു സാഹചര്യം ഈയിടെയുണ്ട്. ഒരാളുടെ വാഹനം മറ്റൊരാൾ ഉപയോഗിക്കുന്നതിൽ ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. അതിൻ്റെ പേരിൽ വാഹന ഉടമ അത് എടുക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ജാമ്യം എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അയാളെ പിടിച്ചകത്താക്കാനുള്ള വകുപ്പുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ നൂലാമാലകളുള്ളതുകൊണ്ട് ആ വണ്ടി അവിടുന്ന് എടുക്കുന്നില്ല. പിന്നെ ഇങ്ങേരുടെ വർത്തമാനമൊക്കെ കേട്ടാത്തൊന്നും രേണു സുധീരെ സ്ഥാനത്തേക്ക് ഫാദർ വന്നു എന്നാണ് ഫാദറിൻ്റെ ഒരു ടോൺ. എനിക്കത് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ഇപ്പം 5 സെന്റ് കൊടുത്തു, എൻ്റെയൊക്കെ പൂർവ്വപിതാക്കൾ ഒരുപാട് വസ്തുക്കൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ജഗതി KK റോഡിൽ വസ്തു ഉണ്ടായിരുന്നു. അതിൻ്റെ ചുറ്റുമുള്ള പുലയ സമുദായത്തിലുള്ള കുറച്ച് മനുഷ്യരുണ്ട്, പാവം, അവർക്ക് വീട് വയ്ക്കാനില്ലാത്തതുകൊണ്ട് 3 സെന്റ് വെച്ച് എൻ്റെ ഉമ്മ കൊടുത്തിട്ടുണ്ട് 6 കുടുംബത്തിന്. അവരിപ്പോഴും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഉണ്ട്. അത് നമ്മൾ കുത്തി കാണിക്കാനോ അല്ലെങ്കിൽ ഇത് എൻ്റെ പ്രോപ്പർട്ടി ആണെന്നോ ഒന്നും പറയാനില്ല. അവിടെയൊക്കെ ചെന്നാൽ ഭയങ്കര സ്നേഹവും കരുതലും കാര്യങ്ങളുമാണ്. അവർ ഇപ്പോൾ അവരുടെയൊക്കെ ഒരു ആസ്തിയൊക്കെ വെച്ചിട്ട് അവർക്ക് ആ 3 സെന്റിൻ്റെ പൈസയുടെ ഡബിൾ നമുക്ക് തരാനും പറ്റും. പക്ഷെ നമ്മളതല്ല, അന്ന് അവർക്കത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഇന്നും സഹോദര തുല്യരായി തന്നെ അവരൊക്കെ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. മാത്രവുമല്ല ആ റെസ്പെക്റ്റ് നമുക്ക് കിട്ടുന്നുമുണ്ട്.
അതിന് അർത്ഥം അവരുടെ വീട്ടിൽ കയറി അവരുടെ കൊച്ചുങ്ങൾ എവിടെ പോകുന്നു, അവരുടെ കൊച്ചുങ്ങൾക്ക് ബൈക്ക് ഇടിച്ചോ അല്ലെങ്കിൽ അവരുടെ കൊച്ചുങ്ങൾ കള്ളു കുടിച്ചോ അത് വിലക്കാനുള്ള അധികാരമൊന്നും നമുക്കില്ല. നമ്മൾ ഒരു ഹെൽപ്പാണ് ചെയ്തത്, അതിനപ്പുറം ഒന്നുമില്ല. പിന്നെ ഒരുപാട് അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് പേരെ പറയാനുണ്ടാവും. വീട്ടിൽ ജോലിക്ക് വന്ന് നിന്ന കുട്ടീനെ വരെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമ്മളെ കൂടെ ജോലിക്ക് നിന്നവർക്ക് ശമ്പളവും കൊടുത്തിട്ടുണ്ട്, പിന്നെ കെട്ടിച്ചും വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവള് ഭർത്താവുമായിട്ട് ഉടക്കുന്നത് എന്തിനുടക്കി എന്ന് ചോദിച്ചിട്ട് അവിടെ ചെന്ന് ബഹളം വെക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ അവർക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. സോ ഓൾ ടോട്ടൽ നമ്മൾ ഒരുപാട് പേരെ, ഒത്തിരി പേരെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് അവർ മനസ്സറിഞ്ഞ് വസ്തുവകകൾ കൊടുക്കുന്നത്. ഈ ബിഷപ്പിന്റെ ഒരു ചിന്ത എന്താണെന്നറിയാമോ? പുള്ളിയാണ് ലോകത്ത് ആദ്യമായിട്ട് 5 സെന്റ് ആർക്കണ്ട കൊടുത്തത്. വലിയ കാര്യമായിട്ടാണ് പുള്ളി പറയണത്. ഇങ്ങനെ കൊടുത്ത ഒത്തിരി മനുഷ്യരുണ്ട് നമുക്കിടയിൽ. മിഷണറി പ്രവർത്തനം എന്ന് പറയുന്നത് അതൊരു ജീവിത ചര്യയായിട്ട് സ്വീകരിക്കേണ്ടവരാണ്. ഇപ്പോൾ രാഹുൽ ദാസിന് അച്ഛനുമില്ല അമ്മയുമില്ല, അവൻ്റെ ബന്ധുക്കളുണ്ട്, അച്ഛനും അമ്മയും ഇല്ല. പിന്നെ ഇത് ഡ്യൂപ്ലിക്കേറ്റ് അമ്മയാണ്. കാരണം ലോകത്തോരമ്മയും മക്കളെ ഇങ്ങനെ പബ്ലിക്കിന് ഇട്ട് കൊടുക്കത്തില്ല. ഇപ്പോൾ നമ്മൾക്ക് രണ്ടാം അമ്മയായിട്ട് പോയാൽ പോലും നമ്മൾ നമ്മുടെ കുട്ടികളാണെങ്കിൽ ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല. പക്ഷെ ഈ സ്ത്രീ അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ആ ഈഗോ വിന്നാവാൻ വേണ്ടിയിട്ട് ആ പയ്യനെ ഇട്ട് കൊടുക്കുകയാണ്. അവന് 10 പൈസ കൊടുത്ത ഒരു ബിസിനസ് അവർ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല. ഇത്രയും കാശൊക്കെ കിട്ടിയിട്ടും 500, 500, 2000, 1000 ഒക്കെ കൊടുക്കുന്നതല്ലാതെ അവനൊരു ബിസിനസ് ഇട്ടിട്ട് നീ അത് നോക്കി നടത്തുമെന്ന് അവർ പറഞ്ഞിട്ടില്ല. അവരങ്ങനെ ചെയ്തിട്ടില്ല. യാതൊരു വിധത്തിലും ഒരു സപ്പോർട്ടും ആ പയ്യന് ചെയ്തു കൊടുത്തിട്ടില്ല. ബൈക്ക് വാങ്ങിയത് പോലും ചേച്ചിയുടെ ഭർത്താവിൻ്റെ പേർക്കാണ്. അതവൻ പട്ടിയെ പോലെ വന്ന് എടുത്തോണ്ട് പോയി ഓടിക്കാതിരിക്കുകയൊക്കെ ചെയ്യണം. വീട് അവൻ്റെ പേർക്ക് എഴുതി കൊടുത്തു എന്നിട്ടും ഇങ്ങേര് പറയുന്നില്ല, അവിടെ ഒരു മുറിയുണ്ട്, നീ വേണമെങ്കിൽ ഒന്ന് കിടന്നിട്ട് പോടാ എന്ന് പറയുന്നത് കണ്ടോ. അപ്പോൾ ആകെ മൊത്തത്തിൽ ആ കുട്ടിയുടെ ഏറ്റവും മോശമാക്കി, അവനെ അങ്ങ് ഒന്നും അല്ലാതാക്കിയിരിക്കുകയാണ്. ഞാൻ തുറന്ന് തന്നെ പറയുന്നത്, എൻ്റെ വീട്ടിൽ എല്ലാ സ്വാതന്ത്ര്യവുമുള്ള എൻ്റെ കുഞ്ഞുങ്ങളെടുത്ത് വേണമെങ്കിൽ എടുത്തോണ്ട് പോടാന്നങ്ങനെ ഞാൻ പറഞ്ഞാൽ അന്ന് കയറേ ഉള്ളൂ അതിനകത്ത്, പിന്നെ അവർ കയറൂല. ആ വാശി എൻ്റെ കുട്ടിയെക്കൊണ്ട്. ഇത്രത്തോളം സ്വാതന്ത്ര്യം ഉണ്ടായാലും ചില സമയത്ത് എൻ്റെ ചില വാക്കുകൾ സഹിക്കില്ല അവർക്ക്. ഫുഡിൻ്റെ കേസ് തന്നെ വേണമെങ്കിൽ തിന്നിട്ട് ഓടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഫുഡ് ഞാനിരുന്ന് തിന്നേണ്ടി വരും, ഒരു തൊടുവില്ല. അത് ഈഗോ ഹേർട്ട് ചെയ്യണതാണ്. അതും ഈ പ്രായത്തിലുള്ള കുട്ടിയുടെ അടുത്ത് പറയുന്നതാണ്. രാഹുൽ എന്ന കിച്ചു ഏതെങ്കിലും രീതിയിൽ മോശമായി ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള വൾഗർ രീതിയിൽ അതിനെ ഉപദ്രവിച്ചിട്ട് തന്നെയാണ് ആ കുട്ടി അങ്ങനെ പെരുമാറുന്നത്. അപ്പം അത് ഒരു തെറ്റുമില്ല അഥവാ പെരുമാറിയിട്ടുണ്ടെങ്കിൽ, പെരുമാറിയെന്നല്ല അർത്ഥം. ഇയാൾ പറഞ്ഞു വരുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുക്ക ഇയാൾക്കൊരു കേസുണ്ട്. ഈ വലിയ കാര്യമാണ്. ഒരു ബിഷപ്പെന്ന് സ്വയം അവകാശപ്പെടുന്ന മിഷണറി പ്രവർത്തനങ്ങളിലുള്ള അനുകമ്പയോടും അനുതാപത്തോടു കൂടിയും സമൂഹത്തിലുള്ള ആൾക്കാർ ആരായിരുന്നാലും, പാപിയായിരുന്നാലും പുണ്യവാനായിരുന്നാലും എല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറേണ്ട ഒരു വ്യക്തി ഒരു കൊച്ചു പയ്യൻ്റെ അടുത്ത് അയാളുടെ മുഴുവൻ ഫ്രസ്ട്രേഷനും കൊണ്ടങ്ങ് കുത്തി നിറയ്ക്കുകയാണ്. അതിൽ കൂടെ ഒരു റീച്ച്, ഇയാൾക്ക് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരൊറ്റ റീച്ച് തന്നെ ധാരാളമാണ് നിങ്ങൾക്ക്. മനസ്സിലായോ? നിങ്ങൾ മൂലം ആ കുട്ടി എന്തെങ്കിലും ഒന്ന് ചെയ്താൽ ദൈവത്തിൻ്റെ കോടതിയിൽ നിങ്ങൾക്ക് മാപ്പില്ല എന്നത് പോട്ടെ, നാട്ടുകാർ നിങ്ങളെ കൈവയ്ക്കും. അതിൽ നിങ്ങൾ തർക്കമേ വേണ്ട. ഈ പ്രോപ്പർട്ടി ഇഷ്യൂവിനെ റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഞാൻ വേണമെങ്കിൽ എനിക്കൊപ്പം വന്ന് ആ പ്രോപ്പർട്ടി വാങ്ങിക്കാനായിട്ട് ഞാൻ 2 പേരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ വേണമെങ്കിൽ അതൊക്കെ പുറത്ത് വിടാൻ തയ്യാറായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പം അവർ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ കൂടെ ആ നാട്ടിൽ ആരെങ്കിലും വസ്തു വാങ്ങിക്കാൻ വന്നാൽ പോലും ആ നാട്ടുകാർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അച്ഛൻ ഭയങ്കരമായിട്ട് പറയുന്നത്, എനിക്കിവിടെ ഭയങ്കര അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന അച്ഛൻ തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിൽ ഇടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു കൗൺസിലറേയും കൊണ്ട്. അതെന്തിനായിരുന്നു അച്ഛൻ? അതൊന്ന് വ്യക്തമാക്കാൻ പറ്റുമോ? ഈ ഒരു കാര്യം കിച്ചുവിൻ്റെ തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷൻ്റെ കാര്യം പറയുമ്പോഴും അച്ഛൻ അവിടെ പോയി ചമ്മി നാറി തേഞ്ഞൊട്ടി വന്ന ഒരു കഥ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ കൗൺസിലർക്ക് അച്ഛൻ കുറച്ച് വസ്തുവൊക്കെ നീക്കിയിട്ടിട്ടുണ്ടായിരുന്നു കൊടുക്കാനായിട്ട്. അത് വാങ്ങിക്കാതെ ആ നാട്ടുകാർക്ക് വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തിയാണ് അവിടുത്തെ കൗൺസിലർ. അദ്ദേഹമോ ആരായിരുന്നാലും അവർ പോലീസ് സ്റ്റേഷനിൽ പോയി നിങ്ങൾക്കിട്ട് നല്ല താങ്ങിയത് നിങ്ങൾ വളരെ ഖേദത്തോടു കൂടി പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്നാൽ പറയാനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാകും. നമ്മളതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ
ഒരു വ്യക്തിയുടെ നാരോ മൈൻഡ് ഇവിടെ റിവീൽ ആവുകയാണ്. അപ്പം ഇതിനകത്ത് ഈ ഒരു സ്പെസിഫിക് ഇൻ്റർവ്യൂവിനകത്ത് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കൂടെ എടുത്തു വെച്ച് അലക്കണമെന്ന്. അച്ഛനപ്പോൾ പിക്ചറിൽ വന്നു. അച്ഛൻ ഇവിടെ ആരും സംസാരിക്കണ പോലും ഉണ്ടായിരുന്നില്ല. അച്ഛൻ അവിടെ പോയി പ്രാർത്ഥിക്കാനും വെഞ്ചരിക്കാനും ഒക്കെ പോയപ്പോൾ തന്നെ അച്ഛൻ്റെ ക്വാളിറ്റി, അതായത് അച്ഛന് ഒരു ഗ്രേഡ് ഉണ്ടെങ്കിൽ 100 ആണ് ആ ഗ്രേഡ് മാർക്കെങ്കിൽ അതിലെ 99.9 മാർക്കും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അത്രയ്ക്ക് അച്ഛൻ അവറ്റകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത്, എൻ്റെ അടുത്ത്. അതേപോലെ തന്നെ അവരും നിങ്ങളോട് അതുപോലെ പെരുമാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള നിങ്ങൾ ഇത്ര മ്ലേച്ഛനായി പോയി എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. പലരും പറഞ്ഞു കുരുക്കൾ പൊട്ടട്ടെ എന്ന്. ഞങ്ങൾക്ക് കുരു പൊട്ടയല്ല ചെയ്തത്. എനിക്ക് കുരുവല്ല പൊട്ടിയത്, എനിക്ക് പരമപുച്ഛമാണ് തോന്നിയത്. ഇത്രയും വൃത്തികെട്ട ഒരാളാണോ എന്നുള്ള ഒരു പുച്ഛമാണ് തോന്നിയത്. അതെന്തപ്പം അച്ഛനിക്ക് വെഞ്ചരിക്കാൻ പോകാൻ പാടില്ലേ, അച്ഛനീ പ്രാർത്ഥനയ്ക്ക് പോകാൻ പാടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലെന്നേ, പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. എനിക്കിപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പുരോഹിതൻ എന്ന നിലയിൽ ദൈവത്ത് വിചാരമുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അയാളെ മോശം പറഞ്ഞതുകൊണ്ടായിരിക്കും ഇങ്ങനെ അവർക്കൊരു അസുഖം കിട്ടിയതെന്നൊക്കെ നമ്മളങ്ങനെ വിചാരിക്കുമല്ലോ, കർമ്മയാണെന്ന്. പക്ഷെ അതുകൊണ്ടല്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. കിട്ടണമെങ്കിൽ അത് ചിന്നക്കട പിടിക്കാൻ കിട്ടേണ്ടത്. പക്ഷെ അത് കിട്ടിയത് ഇവർക്കാണെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടിയത് കൊണ്ടല്ല. ഒരു വ്യക്തി എന്ന നിലയിൽ സുധിക്ക് നേരിട്ട അപമാനം, അയാളുടെ സോൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അയാളുടെ അടക്കം പോലുമില്ല. അയാളൊരു പെട്ടിയിൽ അടച്ച് അതിനകത്ത് വെച്ചിരിക്കുകയാണ്. ഹിന്ദു മതവിശ്വാസത്തിൽ ജനിച്ചു വളർന്ന ഹിന്ദുവായി തന്നെ മരിച്ച ഒരു വ്യക്തിയെ അങ്ങനെ ഒരു കല്ലറ പോലെ ഒരെണ്ണം ഉണ്ടാക്കി അതിനകത്ത് കൊണ്ട് അടച്ചു വെച്ചിരിക്കുന്നതും ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ ഒരു സെറ്റ്മെൻറ്റ്, അതായത് ഇദ്ദേഹം ഈ പറയുന്ന ഷെഡ്യൂൾ കാസ്റ്റിലുള്ള ആൾക്കാരെ ഇതിലേക്ക് മാറ്റുന്ന ഒരു പ്രത്യേക ഇതുവാണെന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഇതിനെപ്പറ്റി. ഇദ്ദേഹം ഏത് സഭയാണെന്നതിനെ പറ്റി അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇദ്ദേഹത്തിൻ്റെ സഭാ നേതൃത്വം അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് അവിടെ നിയോഗിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള മനുഷ്യരെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയുന്ന ഒരു കാര്യമാണ്, ഈ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരക്കാരെ ഇവിടെ നോട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനത്തിലേക്ക് ഈ ഒരു സംഗതി എത്തേണ്ട രീതിയിൽ എത്തിക്കാനും അറിയാച്ചോ. ഭീഷണിയല്ല കേട്ടോ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. കാരണം വ്യക്തമായി വെളിവാകുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് അച്ഛനിക്ക് രാഹുലിനോട് ദേഷ്യം വന്നെന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതൊന്നു മാത്രമാണ്. രാഹുൽ ഇപ്പോഴും കൊല്ലക്കാരോടൊക്കെ ചേർന്ന് അവരുടെ വിശ്വാസത്തിൽ നിൽക്കുന്നു. അവർ അച്ഛൻ്റെ ആ മായവലയത്തിൽ വന്ന് വീണില്ല. പക്ഷെ ഇപ്പുറത്ത് അച്ഛൻ്റെ മായവലയത്തിൽ വന്ന് വീണ് അവർ വില്ലിങ്ങായി. അച്ഛന് ഏറ്റവും വലിയ കംപ്ലൈൻറ്റും അതായിരുന്നു. അവർ ഇതാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച്, ഞാൻ എൻ്റെ പഴയ വീഡിയോ എടുത്തു നോക്കി അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ വീട് വാങ്ങിച്ചെടുത്തു, എന്നിട്ട് അവിടെ പ്രെയർ പോലും ഇല്ല, മുമ്പൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം പ്രെയർ പോലും ഇല്ല എന്ന് പറയുകയും ബിന്ദു അമ്മിണി അവർക്ക് ഇത് വരികയും ചെയ്തതും പലയിടങ്ങളിൽ തങ്കു ഹിംസെൽഫ് അവരുടെ ആ ഒരു കാസ്റ്റിൻ്റെ വിശേഷം പറയുകയൊക്കെ ചെയ്തത് വളരെ മ്ലേച്ഛതയോടുകൂടി, നിങ്ങൾ മാനതയോടുകൂടി എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഇതാണ് നിങ്ങളുടെ ദേഷ്യമെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കതാണ് ബോധ്യപ്പെട്ടത്. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം കേട്ടോ. നിങ്ങൾക്കാകുമ്പോൾ ഇഷ്ടം പോലെ പിന്നെ ആളുകളുണ്ടല്ലോ, അവരെ വിളിച്ചിരുത്തി നിങ്ങൾ പറയുക. അപ്പോൾ അവിടെ വന്ന റഹ്മത്തുള്ള ഉൾപ്പെടെയുള്ള ആൾക്കാരെയും ഞാനും കൊണ്ടുവരും. എന്താണ് അതിൻ്റെ ഉള്ളുകള്ളി എന്നുള്ളത് ഞങ്ങൾ കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തി കൃത്യമാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്കറിയാതെ എങ്ങനെ ചെയ്യണമെന്നുള്ളു. അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അച്ഛൻ കൂടുതൽ രാഹുലിനെ എടുക്കുമ്പോൾ ഇതുപോലെ ഞാനും കൂടുതൽ എടുക്കും, അത്രയേ ഉള്ളൂ. അപ്പം ചോദിക്കും എന്താ ഇപ്പോൾ രാഹുലിനോടൊരു ഫേവറാണ്. അനാഥനായി നിൽക്കുന്ന അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ആലംബഹീനരായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ. ഞാൻ ഇസ്ലാം മതവിശ്വാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. എൻ്റെ ഉമ്മയും പപ്പയും ഇസ്ലാമാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ മരണപ്പെട്ടു പോകാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള എനിക്ക് ഞങ്ങളുടെ മതവിശ്വാസത്തിൽ പറയുന്ന ഒരു കാര്യമാണ് യത്തീമിനെ കൈചേർത്ത് പിടിക്കണമെന്ന്. യത്തീമിന് അത്താഴം കൊടുക്കുന്നത് പോലെ ഒരു കാര്യം വേറെ ലോകത്തിൽ ഒരു നന്മയില്ല. യത്തീം അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികളെ ചേർത്തണച്ച് പിടിച്ചാൽ അതിൽ കിട്ടുന്ന ഒരു നന്മ ലോകത്തൊന്നിനും ഒരു നന്മ പ്രവർത്തിക്കും ചെയ്യാൻ പറ്റില്ല എന്നും. അപ്പോൾ ഇതിൻ്റെ മതവിശ്വാസമാണ്. അത് തീർച്ചയായിട്ടും ഞാൻ ഇതിവിടെ എടുത്തു പറയും. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസമുള്ള പോലെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വിശ്വാസ പ്രമാണങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ആ വിശ്വാസ പ്രമാണത്തിൽ ആ കുട്ടി അനാഥനാണ്, ഒറ്റപ്പെട്ടവനാണ്, അച്ഛനും അമ്മയും ഇല്ലാത്തവനാണ്. ബന്ധുമിത്രാദികൾ ചുറ്റുമുണ്ടായിരിക്കാം. ഞാനെന്നത് സിംഗിൾ പേരൻ്റാണ്, ഞാൻ അച്ഛനും അമ്മയ്ക്കും തുല്യമാണ്. പക്ഷേ എന്നാൽ പോലും അവ ഒറ്റയ്ക്കാണെന്ന് ഞാൻ പറയും. ഇപ്പം ദൈവസന്നിധിയിൽ
നമുക്ക് കിട്ടേണ്ട മാർക്ക് അവിടെ കിട്ടുവച്ചോ? അതിന് വെഞ്ചരിക്കുകയും പ്രാർത്ഥിക്കുകയും ബൈബിൾ എടുത്തു വെച്ചിട്ട് കഥ പറയേണ്ട കാര്യമൊന്നുമില്ല. പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണമെന്ന് 10 പേര് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുന്നുണ്ടെങ്കിൽ, നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്യുന്ന നന്മ പ്രവൃത്തിയാണ്. അവിടെ അച്ഛന് തെറിവിളികൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് യൂട്യൂബേഴ്സ് മൂലം കിട്ടുന്നുണ്ടെങ്കിൽ പോലും അച്ഛൻ്റെ കൈയിരിപ്പൊന്നുകൊണ്ടാണ്. അല്ലാതെ ഇവിടെ ആരും അച്ഛൻ്റെ ശത്രുവല്ല. അച്ഛനെ അച്ഛ എന്നല്ലേ നമ്മൾ ഇതുവരെ വിളിക്കുന്നത്. നമ്മൾ നമ്മുടെ പിതാക്കന്മാരെയാണ് അങ്ങനെ വിളിക്കുന്നത്. പിതാസ്ഥാനം എന്ന് പറയുമ്പോൾ മാതാപിതാ ഗുരു ദൈവം എന്നാണ്. മാതാവിന് ഇപ്പുറമുള്ളൊരു കൺസിഡറേഷൻ കൊടുക്കുകയാണ് പിതാവ് എന്ന് ഉള്ള ഇതിൽ. അത്രയും റെസ്പെക്റ്റോടു കൂടി സംസാരിച്ച വായി കൊണ്ട് നമ്മളെ ഇത് പറയിപ്പിക്കുന്നത് നിങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ ടാർഗറ്റ് എന്താണെന്ന് മനസ്സിലായി, നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം, നിങ്ങളുടെ ഉള്ളിലുള്ള ആ കൃമിയും മനസ്സിലായി. പക്ഷെ അത് വർക്ക് ചെയ്യുമ്പോൾ ഇനിയും കൂടുതൽ നിങ്ങൾ ഫോഴ്സ് ചെയ്ത് ആ കുട്ടിയെ മരണത്തിൻ്റെ വക്കിലേക്ക് താങ്കൾ കൊണ്ട് എത്തിക്കുകയാണെങ്കിൽ വല്ലാണ്ട് വിഷമിക്കേണ്ടി വരും. അത് താങ്കൾ അയാളെ പറഞ്ഞതുപോലെയല്ല. ഞാനിത് സെൻട്രലിലേക്ക് ഇതിൻ്റെ ശ്രദ്ധ എത്തിക്കും. താങ്കളുടെ പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ളത് സെൻട്രലിൽ നിന്ന് ഒരു ഇൻവെസ്റ്റിഗേഷൻ കൂടെ വരും. അതും കൂടെ ഞാൻ പറഞ്ഞു വെക്കുകയാണ്. വിരട്ടലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് ഓഫ് കോഴ്സ് ആ കൈൻഡ് ഓഫ് വിരട്ടൽ തന്നെയാണ്. അപ്പം അത് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും ഈ ഒരു വിഷയത്തിൽ എൻ്റെ ഒപ്പം നിൽക്കുന്നവർക്ക് ഞാൻ ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുക്കും. തീർച്ചയായിട്ടും ഞാനത് പാസ് ചെയ്ത് കൊടുക്കും. അവർക്ക് കാര്യം മനസ്സിലാകും. എൻ്റെ കയ്യിൽ അതിന് ഒത്തിരി എവിഡൻസും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പം എന്താണ് ഇൻവെസ്റ്റിഗേഷണൽ ജേർണലിസം ഒന്ന് സെർച്ച് ചെയ്താൽ മാത്രം മനസ്സിലാകും. അപ്പോൾ നമ്മൾ പിടിവിട്ട് നിൽക്കുകയാണ് എന്നുള്ള തോന്നലൊന്നും വേണ്ട. ഈ ഒരു വിഷയത്തിൽ എനിക്ക് രാഹുലിനോട് ഭയങ്കരമായ അനുകമ്പയും അനുതാപവും മാത്രമേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞെന്നെ കാണുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ടിരിക്കുക മകനെ. നിനക്കൊപ്പം നിൻ്റെ അച്ഛൻ്റെ ആത്മാവുണ്ട്. നിൻ്റെ അച്ഛൻ നിന്നെപ്പോലെ വേറെ ഒരാളെയും സ്നേഹിച്ചിട്ടില്ല. വേറൊരാൾക്കും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു പൊസിഷനിൽ നിന്നെ അദ്ദേഹം നിർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വന്ന ഓരോ പെണ്ണുങ്ങളെയും അദ്ദേഹം ഒഴിവാക്കിയതും സ്വീകരിച്ചതും നിനക്ക് വേണ്ടിയിട്ടാണ്. അതിൽ നിനക്ക് പ്രൗഡായിട്ട് ഫീൽ ചെയ്യാം. അദ്ദേഹം ബാക്കിയുള്ളവർക്കൊക്കെ കൊടുത്തൊരു സെക്കൻഡറി ഓപ്ഷൻ ആയിട്ടാണെങ്കിൽ നിന്റെ കാര്യത്തിൽ അദ്ദേഹം സ്ട്രോങ് ആയിരുന്നു. സോ ഇവരാരും വേണ്ട, ഇവരുടെ ആരുടെയും സ്വത്തും വേണ്ട, പണവും വേണ്ട. നിൻ്റെ ഒപ്പം അദ്ദേഹമുണ്ട് എന്നുള്ള ആ ഒരു ചിന്തയിൽ മുന്നോട്ട് തന്നെ പോവുക എന്നുള്ളതാണ്. താങ്ക് യു.